സംസ്ഥാനത്ത് പ്രാദേശിക വികസനത്തിന്റെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും നായകത്വം വഹിക്കുന്ന ഭരണ സംവിധാനമാണ് ത്രിതല പഞ്ചായത്തുകൾ. സർക്കാർ ആവിഷ്കരിക്കുന്നതും പ്രാദേശിക തലത്തിൽ വിഭാവനം ചെയ്യുന്നതുമായ എല്ലാ പദ്ധതികളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലെത്തുന്നത് തദ്ദേശം സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ, നഗരസഭ, കോർപ്പറേഷനുകൾ എന്നിങ്ങനെ അധികാരം താഴെത്തട്ടിലേക്ക് വിഭജിച്ചു നൽകിയതിന്റെ ഫലമായി നിലവിൽ വന്ന പ്രാദേശിക ഭരണ സംവിധാനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഫലപ്രദമായും ജനോപകാരപ്രദമായും പ്രവർത്തിച്ചു വരുന്നുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ അധികാര വികേന്ദ്രീകരണം എന്ന ലക്ഷ്യം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലത്തും പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട്. പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ സഹകരണത്തോടെ നിരവധി ലോകോത്തര നേട്ടങ്ങൾ സംസ്ഥാനം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത നേടുന്നതിനുള്ള മഹത്തായ യജ്ഞം വിജയത്തിലെത്തിച്ചത് അന്നത്തെ LDF സർക്കാർ പ്രാദേശിക സർക്കാരുകളുടെയും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയിലൂടെയായിരുന്നു. പിന്നീട് തദ്ദേശ ഭരണ സ്ഥാപന പദ്ധതി രൂപീകരണവും സർക്കാർ ക്ഷേമാനുകൂല്യങ്ങളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതും ഉൾപ്പെടെ ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കിയ ജനകീയാസൂത്രണവും LDF സർക്കാർ പ്രാദേശിക ഭരണ സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്നതിന് കൈക്കൊണ്ട സുപ്രധാന നടപടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ മഹാഭൂരിപക്ഷത്തിലും ജനങ്ങൾ LDFനെ തെരഞ്ഞെടുത്തത്. സംസ്ഥാനത്ത് LDF തുടർ ഭരണത്തിന്റെ 10ാം വർഷത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും LDF തന്നെ സംസ്ഥാനത്ത് മികച്ച വിജയം നേടുന്നതിനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുറപ്പിക്കുന്ന വികസന പരിപ്രേക്ഷ്യമാണ് LDF പ്രകടന പത്രികയിലൂടെ ജനസമക്ഷം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതര സംസ്ഥാനങ്ങൾ മാത്രമല്ല, ലോകത്തെ പല പ്രമുഖ രാജ്യങ്ങളോടും കിടപിടിക്കാവുന്ന നേട്ടങ്ങൾ ഇതിനകം തന്നെ കൈവരിച്ചു എന്നതിനാൽ പുതിയ ലക്ഷ്യങ്ങളാണ് പ്രാദേശിക ഭരണകൂടങ്ങളുടെ മുന്നിലുള്ളത്. അത് വ്യക്തമായി മനസ്സിലാക്കിയുള്ള വിവിധ വികസന സാമൂഹ്യക്ഷേമ പദ്ധതി രൂപരേഖയാണ് പ്രകടന പത്രിക. സംസ്ഥാനവും തദ്ദേശ സ്ഥാപനങ്ങളും ഭരിക്കുന്ന വേളകളിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എണ്ണി നടപ്പിലാക്കി എന്നതിനാൽ ഏറ്റവും വിശ്വസനീയവുമാണ് ഈ പ്രകടന പത്രിക. അതിദരിദ്ര വിമുക്തം എന്ന ലക്ഷ്യം സാക്ഷാത്കരിച്ച് അടുത്തതായി കേവല ദാരിദ്ര്യമുക്തി പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും വീടെന്ന സ്വപ്ന സാക്ഷാത്കാരമായി നടപ്പിലാക്കുന്ന ലൈഫ് മിഷന്റെ പട്ടികയിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഭവനരഹിതരുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്കെല്ലാം 5 വർഷത്തിനുള്ളിൽ വീട് നൽകും. പട്ടയം നൽകാനാകാത്ത റോഡ്, പുറമ്പോക്ക് പോലെയുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവരെ മറ്റിടങ്ങളിൽ പട്ടയം നൽകി പുനരധിവസിപ്പിക്കും. സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം നേടുന്നതിനായി പോഷകാഹാര സമൃദ്ധ ഭക്ഷണം അങ്കണവാടികളിലും സ്കൂളുകളിലും ഉറപ്പാക്കും. വില കുറച്ച് ഭക്ഷണം ലഭ്യമാക്കുന്നതിന് കൂടുതൽ ജനകീയ ഭക്ഷണശാലകൾ ആരംഭിക്കും. പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തും. പൊതു ആരോഗ്യ മേഖലയിലെ സൗകര്യങ്ങൾ ഇനിയും വിപുലപ്പെടുത്തും. വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ പ്രവർത്തന നിലവാര സൂചികയിൽ കേരളത്തെ 1ാം സ്ഥാനത്തേക്ക് ഉയർത്തും. സ്ത്രീ തൊഴിൽ പങ്കാളിത്തം 50% ആയെങ്കിലും ഉയർത്തുന്നതിന്റെ ആദ്യഘട്ടമായി 20 ലക്ഷം സ്ത്രീകൾക്ക് 5 വർഷം കൊണ്ട് തൊഴിൽ നൽകും. എന്നിവയ്ക്കൊപ്പം വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, ഭിന്നലിംഗക്കാർ എന്നിങ്ങനെ എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്തു നിർത്തുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 2016-ൽ LDF സംസ്ഥാന ഭരണത്തിലെത്തുകയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കുള്ള പരിഗണന വർദ്ധിപ്പിക്കുകയും ചെയ്തതിനാൽ 2015-നെ അപേക്ഷിച്ച് കൂടുതൽ പ്രാദേശിക ഭരണ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്ത് LDF വിജയിച്ചു കയറി. 4.5 വർഷം സംസ്ഥാനത്തെയും 5 വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഭരണ മികവ് തിരിച്ചറിഞ്ഞ കേരള ജനത 2020-ൽ നടന്ന തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷം സ്ഥാപനങ്ങളിലും LDFനെ തന്നെ ഭരണമേൽപ്പിച്ചു. പിൻബലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള LDF ഭരണ സംവിധാനങ്ങൾ അതാതിടങ്ങളിലെ പ്രാദേശിക സാമൂഹ്യ വികസനത്തിനായി നടപ്പിലാക്കിയ പദ്ധതികൾ അനുഭവവേദ്യമെന്നെ വോട്ടർമാർ ഇത്തവണയും LDFന്റെ മിന്നും വിജയം ആവർത്തിച്ചുറപ്പാക്കുമെന്നുറപ്പാണ്. ആ വിജയ പ്രതീക്ഷയെ അക്ഷരം പ്രതി മനസ്സിലാക്കിയുള്ള പദ്ധതികളാണ് LDF പ്രകടന പത്രിക മുന്നോട്ട് വച്ചിരിക്കുന്നത്.